നമസ്കാരം. ഈ SFIക്കാർക്ക് ഇത് എന്തിൻ്റെ അസുഖമാണ്? പറയാതിരിക്കാൻ കഴിയില്ല. റോഡിലിട്ട് 4 കൊടുക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇനി പൊതുജനം ഇറങ്ങി ഇവനെയൊക്കെ തല്ലേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കണം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ പൂക്കോട് നടന്ന സിദ്ധാർത്ഥൻ്റെ കൊലപാതകവും മരണവും ആത്മഹത്യയും എന്തുമാകട്ടെ, ഒരു കുഞ്ഞു മരിച്ചു കഴിഞ്ഞു. എന്നിട്ടും SFIക്കെതിരെ വിമർശനങ്ങൾ കൃത്യമായി ഉണ്ടായിട്ടും ഇതാ അടുത്തത് സംഭവിച്ചിരിക്കുന്നു കൊയിലാണ്ടിയിലും സംഭവിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല, കൊയിലാണ്ടിയിൽ SFI പ്രവർത്തകരുടെ മർദ്ദനമുണ്ടായിരിക്കുന്നു. എവിടെയാണ്? കൊയിലാളി കൊല്ലം ആർ ശങ്കർ മെമ്മോറിയൽ SNDP യോഗം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ, ആ കോളേജിലെ BSc കെമിസ്ട്രി വിദ്യാർത്ഥി 2ാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള CR അമലിന് നേരെയാണ് മർദ്ദനമുണ്ടായിരിക്കുന്നത്. റാഗിങ്ങുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് 25ഓളം SFIയുടെ പ്രവർത്തകർ, SFIക്കാർ ചേർന്ന് ഈ അമലിനെ മർദ്ദിക്കുകയായിരുന്നു. തുടർന്ന് അമലിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കൃത്യം നടത്തിയവർ ഇടപെട്ട് അത് ബൈക്ക് അപകടമാക്കി മാറ്റുന്നു. എന്നാൽ ഭയം കാരണം ഡോക്ടറോട് സത്യാവസ്ഥ പറയാതിരുന്ന അമൽ എന്ന് പറയപ്പെടുന്ന വിദ്യാർത്ഥി വീട്ടിലെത്തിയ ശേഷം ആ മർദ്ദന വിവരം പുറത്തു പറയുന്നു. അതിനുശേഷം മാത്രമാണ് കുടുംബക്കാർ അറിയുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ആദ്യം കോളേജിനുള്ളിൽ വെച്ച്, പിന്നീട് പുറത്തു വെച്ചുമൊക്കെ അമലിനെ വളരെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി. മർദ്ദനത്തിൽ അമലിൻ്റെ മൂക്കിനും മുഖത്തുമൊക്കെ ഗുരുതരമായിട്ടുള്ള വലിയ പരിക്കുകളേറ്റിരിക്കുകയാണ്. അമലിൻ്റെ തലയ്ക്ക് പരിക്കേറ്റു, അമലിൻ്റെ മൂക്കിന് പരിക്കേറ്റു, മുഖത്ത് പരിക്കേറ്റു. മൂക്കിലും തലയിലുമൊക്കെ കൈമുഷ്ടി ചുരുട്ടി തുടരെ ആഞ്ഞാഞ്ഞ് ഇടിക്കുകയായിരുന്നു, കുത്തുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മൂക്കിൽ നിന്ന് ചോരയൊലിച്ചപ്പോൾ മുഖം താഴ്ത്തി നിന്ന അമലിനെ അതിനും സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത്. നേരെ നോക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ഈ കുട്ടി സഖാക്കന്മാർ. ഒടുവിൽ തലകിറങ്ങി നിലത്തിരുന്നപ്പോഴാണ് ഈ കൂട്ടവിചാരണ നിർത്തിവെച്ചത്. അതിനുശേഷമാണ് അയാളെ വിട്ടയച്ചത്. ഇത് സംബന്ധിച്ച പരാതി അമലും പിതാവ് പയ്യോളി വില്ലേജ് ഓഫീസറായിട്ടുള്ള AV ചന്ദ്രനും കൊയിലാണ്ടി പോലീസിലും പ്രിൻസിപ്പലിനും ശനിയാഴ്ചയാണ് നൽകിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെയാണ് മർദ്ദനത്തെക്കുറിച്ച് പരാതി ലഭിച്ചതെന്ന്, അടുത്ത ദിവസം ഇതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ അന്വേഷണം നടത്തുമെന്നുമൊക്കെ പോലീസ് പറയുന്നുണ്ട്. പോലീസ് മാത്രമല്ല, കോളേജ് അധികൃതരും അറിയിച്ചിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥിയെ കൊന്നു കെട്ടിത്തൂക്കിയിട്ടും മതിയാകുന്നില്ലേ SFIയുടെ കാപാലികർക്ക് എന്ന് ചോദിക്കേണ്ടി വരുന്നു. എത്ര വിമർശനങ്ങൾ കേട്ടാലും എല്ലാ ക്യാമ്പസുകളിലും ഇങ്ങനെ SFIയുടെ താണ്ഡവം നടക്കുന്നത് എന്തുകൊണ്ടാണ്? പൂക്കോട് കഴിഞ്ഞാൽ പിന്നെ കൊയിലാണ്ടി കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരം എന്ന് പറയപ്പെടുന്ന പോലെ ഇങ്ങനെ മാറി തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ SFIയുടെ കൊടി പിടിക്കാത്തവൻ്റെ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിക്കുന്നവനും അവൻ്റെ നെഞ്ചിടിച്ച് കലക്കുന്നവനുമായി മാറുന്ന SFI സംസ്കാരം എന്തിനാണ്? വിദ്യാർത്ഥികൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടേണ്ട ഒരു പ്രസ്ഥാനം, SFI എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം, വിദ്യാർത്ഥികളെ നെഞ്ചിടിച്ച് കലക്കാനുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. അവനെ കയറി കെട്ടിത്തൂക്കി അവനെ ആത്മഹത്യ ചെയ്യിപ്പിക്കുവാനുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. അവൻ്റെ ജീവൻ എടുക്കാനുള്ളതല്ല എന്ന് മനസ്സിലാക്കുക SFI. മാത്രമല്ല, കൂട്ടവിചാരണ നടത്താനോ ആൾക്കൂട്ട വിചാരണ നടത്താനോ നിങ്ങൾ ആരാണ്? SFIക്കാരാ? നിനക്കൊക്കെ വഴിയിൽ തടഞ്ഞു നിർത്തി അടി കിട്ടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു. തല്ലിച്ചതയ്ക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഒരു പൊതുസമൂഹം അപ്പാടെ നിങ്ങൾക്കെതിരെ വിമർശനവുമായി മുന്നോട്ട് വരികയാണ് എന്ന് മറന്നു പോകരുത്. നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ പൊതുസമൂഹം വിധി എഴുതും. നിന്നെയൊക്കെ റോഡിൽ തടഞ്ഞു നിർത്തി മർദ്ദിക്കുന്നൊരവസ്ഥ ഉണ്ടാകും. കോളേജ് ക്യാമ്പസുകളെ ഇങ്ങനെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മർദ്ദനമുറകളുടെ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ഇരകളാക്കി തീർക്കുന്ന തരത്തിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടെത്തിക്കുന്ന ഈ SFI എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഇവിടുന്ന് തുടച്ചു നീക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഈ SFI എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഇനി ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിൽ നിരോധിക്കുക തന്നെ വേണം. ഇങ്ങനെയൊക്കെ എന്തിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടി? ഇങ്ങനെയൊക്കെ എന്തിനാണ് ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടന? വിദ്യാർത്ഥികളെ തച്ചുകൊല്ലാനാണെങ്കിൽ ഇങ്ങനെയുള്ള ഒന്നാർ വേണ്ട. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു പ്രസ്ഥാനം മാത്രമായിരിക്കണം SFI എന്ന് പറയപ്പെടുന്നത്. അവൻ്റെ നെഞ്ചിൽ കയറി പൊങ്കാലിടാനുള്ളതായിരിക്കരുത് എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. ഇന്ന് നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്നതിന് നാളെ നിന്നെയൊക്കെ തടഞ്ഞു നിർത്തുന്ന ഒരു സമയം വരും. തടഞ്ഞു നിർത്തി നിൻ്റെയൊക്കെ മുഖമടച്ച് അടി തരുന്ന ഒരു സമൂഹം ഇവിടെ ഉണർന്നടിക്കുകയാണ് എന്ന് മറന്നു പോകരുത്.